ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാറാണ്. സാധാരണയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിനും കുറച്ച് വ്യത്യസ്തമാണ്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് എപ്പോൾ ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയെന്ന് കാണാം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. വായിൽ കപ്പലോടുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ നെല്ലിക്ക ഇട്ടിട്ട് ഉടനെ തന്നെ ഓഫ് ചെയ്ത് കൊടുത്തു. തിളച്ച വെള്ളത്തിൽ നമ്മൾ ഉപ്പ് കൂടെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഉപ്പ് വരെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പച്ചമുളകും നെല്ലിക്ക നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം പച്ചമുളകും അതുപോലെ കഴുകുന്ന ഈർപ്പമില്ലാതെ നമ്മൾ ആ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഉടനെ അതിനെ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഉപ്പിലിട്ട് ഇതുപോലെ റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുറച്ചെടുത്ത് കറിയാക്കാം. അപ്പോഴെടുത്ത് കറിയാക്കിയാലും മതിയാകും. ഇത് വേണമെങ്കിൽ പുറത്ത് തന്നെ വയ്ക്കാം. ഇപ്പം ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഇപ്പം നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചീനച്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകില്ല. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഒരു 4-5 വറ്റൽമുളക് ചേർക്കാം. ഇനി നമുക്ക് ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് തൊലി കളഞ്ഞിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. പച്ചമുളക് നമ്മൾ വേവിക്കുമ്പോൾ അതിൽ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് മുളക് പൊടി ചേർക്കാം. അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അതുപോലെ ടേബിൾ സ്പൂണാണ്. ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 തൊട്ട് ഒരു 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതിൽ നമ്മൾ വിനീഗറൊന്നും ചേർക്കുന്നില്ല. പുളിക്ക് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർക്കാം. അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ഇത് ഇത്രയൊന്നും വേണ്ട, നമ്മൾ വേറൊരു റെസിപ്പിയും കൂടെ ചേർത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര പാനി ചേർക്കാം. ഇതുപോലെ ഒരു തവി നിറച്ച്, മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയ ഈ നെല്ലിക്ക ചേർത്ത് വെക്കാം. നെല്ലിക്കയുടെ വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ മുഴുവൻ ചേർക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ നോക്കി എൻ്റെ പാകത്തിന് എല്ലാം ഉണ്ട്. അപ്പോൾ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണമെന്നുള്ളത് ചേർത്ത് കൊടുക്കാം. നല്ല ചാറോട് കൂടിയ ഒരു അച്ചാറാണ്. ഇത് 2-3 ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം. അപ്പോൾ കൂടുതൽ ദിവസം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. 2-3 ദിവസമൊക്കെ പുറത്ത് വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ തിളച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.